ഡിവൈഎഫ്ഐക്കാർ ആക്രമിച്ച പ്ലാവൂർ സ്കൂളിലെ അധ്യാപകർക്കെതിരെ വിജിലൻസ് പരിശോധനയ്ക്ക് ഉത്തരവിട്ടതിൽ പ്രതിഷേധം ശക്തം. അതിക്രമത്തെ അപലപിക്കാതെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അന്വേഷണ ഉത്തരവ്. മന്ത്രിയുടെ ഉത്തരവ് പുച്ഛിച്ച് തള്ളുന്നുവെന്നാണ് NTUയുടെ നിലപാട്. സ്കൂളിലെ ഭക്ഷ്യസാധനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന പരാതി, അധ്യാപികമാരെ അവഹേളിക്കാനെന്ന വിമർശനവുമുണ്ട്. ഒരു കൂട്ടം അധ്യാപകർ പണിമുടക്ക് ദിവസത്തിൽ ജോലിക്കെന്ന വ്യാജേന എത്തിയെന്ന മന്ത്രിയുടെ പരാമർശത്തിലും പ്രതിഷേധം ഉണ്ട്. കാട്ടാക്കട പ്ലാവൂർ ഹൈസ്കൂളിലും ജോലി ചെയ്യാൻ തയ്യാറായി പങ്കെടുത്ത അധ്യാപകര് ജോലിക്കെന്ന വ്യാജേന എത്തിയെന്നാണ് മന്ത്രിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് അധ്യാപക സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുകയാണ്. ജോലിക്കെന്ന വ്യാജേനയല്ല, ജോലി ചെയ്യാൻ തയ്യാറായിട്ടാണ് ആ അധ്യാപകർ വിദ്യാലയങ്ങളിൽ എത്തിയത് എന്ന് വേണ്ടി മനസ്സിലാക്കാം. മാത്രമല്ല, അവരവിടെ ഭക്ഷണം തയ്യാറാക്കിയത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാലയത്തിന്റെ അടുത്ത ഹോട്ടലുകളോ ഒന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവർക്ക് ഉച്ചയ്ക്കോ മറ്റ് രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന്റെ പകരമായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണമായിരിക്കാം തയ്യാറാക്കിയത്. അതുപോലെ തന്നെ പഠിക്കാൻ എത്തുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിരിക്കാം. അപ്പൊ ഇത് ദുരുപയോഗം ചെയ്തു എന്നാണ് മന്ത്രി പറയുന്നത്. എന്ത് ദുരുപയോഗമാണ് നടത്തിയതെന്ന് മന്ത്രിയുടെ പത്രക്കുറിപ്പിൽ വ്യക്തമല്ല. യഥാർത്ഥത്തിൽ വിദ്യാലയങ്ങളിൽ വന്ന അധ്യാപകരെ അപമാനിക്കുകയും അവർക്കെതിരെ അനാവശ്യമായ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അധ്യാപകരെ അപമാനിച്ച വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ മാപ്പ് പറയുകയും അദ്ദേഹം പ്രഖ്യാപിച്ച അന്വേഷണം അടിയന്തരമായിട്ട് നിർത്തിവെക്കുകയും ചെയ്യണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. കൂടുതൽ വാർത്തകൾ നൽകാനായി പ്രജിത് മോഹനനാണ് നമുക്കൊപ്പം ഉള്ളത്. പ്രജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ പ്ലാവൂർ സ്കൂളിലെ അധ്യാപകർക്കെതിരെയുള്ള അതിക്രമം പണിമുടക്ക് ദിവസം ദൃശ്യങ്ങൾ സഹിതം ജനം TV വാർത്തയാക്കിയതാണ്. നമ്മളത് കുറിച്ച് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ വാദിയെ പ്രതിയാക്കുന്ന നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടാകുന്നത്. രാഖി, അങ്ങനെ തന്നെയാണ്. കാരണം ഈ സ്കൂളിലുണ്ടായത് വലിയൊരു അതിക്രമമാണ്. അത് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതാണ്. അധ്യാപികമാർ കുട്ടികളുമുള്ളൊരു റൂമിനുള്ളിലേക്ക് കുറച്ച് പേർ സംഘം ചേർന്നതിൻ്റെ വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുന്ന സാഹചര്യവും ആ സമയത്തുണ്ടായിട്ടുള്ള ഒരു ഭീകരാന്തരീക്ഷമൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ എത്തിയ ചില ഡിവൈഎഫ്ഐയുടെ വനിതാ പ്രവർത്തകരടക്കം ഈ പറയുന്ന അധ്യാപികമാർക്കെതിരെ നടത്തിയ അസഭ്യവർഷവും മോശം രീതിയിലുള്ള പരാമർശങ്ങളുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യം ഇതായിരിക്കെ ആ സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. കാരണം ഈ അക്രമത്തെയോ അതിക്രമത്തെയോ ഒരു തവണയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് അപലപിച്ചിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഈ അധ്യാപകർ പ്രധാനമായും ചോദിക്കുന്നത്. കാരണം ഒരു തവണ പോലും ഈ അക്രമത്തെ അപലപിക്കാൻ തയ്യാറാകാത്ത മന്ത്രി തന്നെ ആ അക്രമം നേരിട്ട അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു വിജിലൻസ് പരിശോധനയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ വാർത്താക്കുറിപ്പ് പോലും വളരെ ഒരു നിലവാരം കുറഞ്ഞതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെയാണ് ഒരു വിജിലൻസ് അന്വേഷണത്തിലുള്ള വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ പണിമുടക്ക് ദിവസം അധ്യാപകർ ജോലിക്കെന്ന വ്യാജേന സ്കൂളിൽ എത്തിയെന്നുള്ളതാണ് ഒരു പരാമർശം. അതായത് പണിമുടക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഔദ്യോഗിക കാര്യമല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അപ്പോൾ ആ ദിവസം ജോലിക്ക് തയ്യാറായി എത്തിയവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിലേറ്റവും അപലപനീയമായ കാര്യം എന്നുള്ളതാണ് അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം അതൊരു മോശം പരാമർശമാണ്. അധ്യാപകന്മാരെ അവഹേളിക്കാൻ ലക്ഷ്യമിട്ടുള്ളത് എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം തന്നെ ഒരു ശരിയല്ലാത്ത രീതിയാണ് എന്നുള്ളത് കൂടി അവർ എടുത്ത് പറയുന്നുണ്ട്. കാരണം ഈ ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് സ്കൂളിൽ കുട്ടികൾ എത്തിയിരുന്നു. സ്കൂളിൽ എത്തിയ കുട്ടികളെ ചിലർ മടക്കി അയക്കുന്ന സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സമരക്കാരുടെ അല്ലെങ്കിൽ പണിമുടക്ക് അനുകൂലികളായിട്ടുള്ള ചിലർ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം വന്ന കുട്ടികൾക്ക് വേണ്ടി കൂടിയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയത് എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമായതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ വിജിലൻസ് പരിശോധന നടത്താൻ ഉത്തരവിട്ട സംസ്ഥാനത്തെ ആദ്യത്തെ മന്ത്രി കൂടിയായിരിക്കും വി ശിവൻകുട്ടി എന്നുള്ളൊരു വിഷയം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. കാരണം അധ്യാപികമാരെ അവഹേളിച്ചവർക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടാത്ത വിദ്യാഭ്യാസ മന്ത്രി ഈ അധ്യാപികമാർക്കെതിരെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കാര്യം. കാരണം പണിമുടക്ക് ദിവസമാണ് അവർ ജോലിക്കെത്തിയത്. നമുക്ക് അന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം നമ്മൾ ആ സ്കൂളിൽ പോയതാണ്. ആ സ്കൂളിലെ ആ സ്റ്റാഫ് റൂം നിറയെ അധ്യാപകരുണ്ടായിരുന്നു. കാരണം അവരെല്ലാവരും ജോലിക്ക് തയ്യാറായി എത്തി. അവരവിടെ വരുന്ന കുറച്ച് കുട്ടികൾ എത്തുന്നു. ആ രക്ഷിതാക്കളും കുട്ടികളും അവിടേക്ക് എത്തുന്നു. അപ്പോൾ കൂടുതൽ കുട്ടികൾ വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് അന്ന് ഭക്ഷണം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലായ സാഹചര്യമാണ്. നാട്ടുകാരും ആ പ്രദേശവാസികളായ ചിലരും സ്കൂളിലേക്ക് കുട്ടികൾ വന്ന കാര്യമൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നു. അങ്ങനെ
കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാക്കി എന്ന പേരിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഇത്തരമൊരു വിജിലൻസ് പരിശോധനയ്ക്ക് ഉത്തരവിട്ടു എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. മറ്റൊന്ന് പറയാനുള്ളത്, ഈ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന്, സർക്കാർ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് മതിയായ ഫണ്ട് അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വന്നതാണ്. നമ്മൾ അത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതുമാണ്. ആ സാഹചര്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. പല അധ്യാപകരും വീടുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് സ്കൂളുകളിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന കാഴ്ച, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. സ്കൂളുകളിൽ ഭക്ഷണത്തിന് പാചകം ചെയ്യാൻ ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞത് പ്രഥമാധ്യാപകരുടെ സംഘടന പോലും പ്രതിഷേധവുമായി രംഗത്ത് വന്ന സാഹചര്യവും നിലനിൽക്കുന്നു. പലപ്പോഴും സ്വന്തം കീശയിൽ നിന്ന് പണമെടുത്ത് അധ്യാപകർ കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കി നൽകേണ്ട അവസ്ഥയും സംസ്ഥാനത്തെ വിവിധ സർക്കാർ സ്കൂളുകളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാഹചര്യം ഇങ്ങനെ ആയിരിക്കെ ആവശ്യത്തിന് ഫണ്ട് നൽകാത്ത മന്ത്രി സ്കൂളുകളിൽ ഭക്ഷണം അധ്യാപകർ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പലപ്പോഴും കാശിട്ട് കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്ന സാഹചര്യമുള്ളപ്പോൾ ആ പ്രവൃത്തി ചെയ്ത ആളുകൾക്കെതിരെയാണ് ഈ നടപടി സ്വീകരിച്ചത് എന്നുള്ളതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ അന്ന് ഈ പ്രശ്നമുണ്ടാകുമ്പോൾ തന്നെ ഈ അധ്യാപകർ പറഞ്ഞതാണ്, അപ്പോൾ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ തങ്ങൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നതാണ്, കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് അത് സ്കൂളിൽ വെച്ച് പാചകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് എന്നുള്ളൊരു കാര്യവും അവർ ഒന്ന് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ സാഹചര്യം ഇതായിരിക്കെ ഈ പണിമുടക്ക് ദിവസം ചില ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അക്രമത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതിന്, അല്ലെങ്കിൽ അതിനെ എതിർത്തതിന്, സ്കൂളിൽ തുടർന്നതിന്, ഈ ആക്രമിക്കാൻ വന്നവരുടെ മുന്നിൽ സധൈര്യം നിന്നതിന് ഈ അധ്യാപികമാർക്കെതിരെ നടപടിയെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ശക്തമായി വരികയാണ്. കാരണം മാതൃകാപരമായിട്ടുള്ളൊരു നടപടിയല്ല, അല്ലെങ്കിൽ ഒരു നീക്കമല്ല സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇത്തരമൊരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ, വിജിലൻസ് പരിശോധന സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കുമെന്നുള്ളത് തന്നെയാണ് അധ്യാപക സംഘടനകളൊക്കെ വ്യക്തമാക്കുന്നത്. കൂടുതൽ സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര മാതൃകാപരമായ ഒരു നീക്കമാണ് അധ്യാപകരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. കാരണം ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ അവർ വീടുകളിൽ നിന്ന് ഭക്ഷണം എത്തിക്കുന്നു. പിന്നീട് അതിൻ്റെ പേരിൽ അതിക്രമം നേരിടേണ്ടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പരിശോധനയുണ്ടാകുന്നു. ഇതിനെല്ലാം പുറമെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരിഹാസപൂർണമായ നീക്കവും. അവരെ വല്ലാതെ മടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം തന്നെയാണിത്, അല്ലേ? തീർച്ചയായും പ്രതിഷേധം ഉയരേണ്ടതാണ്. ഒപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളന്ന് പുറത്തുവിട്ട ആ വീഡിയോയിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്ക് കേൾക്കാമായിരുന്നു, അല്ലേ? അന്നൊരു അധ്യാപികയുടെ കുട്ടിയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ആ ഒരു കുഞ്ഞാണ്. അപ്പോൾ ഇവർ പുറത്ത് നിന്ന് ഡിവൈഎഫ്ഐക്കാർ വാതിൽ തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞ് നിലവിളിക്കുന്നത് നമുക്ക് കാണാനാണ്. കുഞ്ഞ് വളരെ പെട്ടെന്ന് പരിഭ്രാന്തിയാകുകയും അവിടെ കിടന്ന് നിലവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. ഒരു കുട്ടിയുടെ മനസ്സിൽ പോലും എത്ര ഭീതികരമായ, അല്ലെങ്കിൽ ഒരു ഭീകരാന്തരീക്ഷമാണ് അവിടെ വന്ന് ഡിവൈഎഫ്ഐക്കാർ സൃഷ്ടിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുട്ടിയുണ്ട്, കുറച്ച് അധ്യാപികന്മാർ മാത്രം അകത്തുണ്ട്. അവരെ നോക്കി അകത്തെന്താണ് പരിപാടി എന്ന രീതിയിലൊക്കെയുള്ള മറ്റ് ചില ചുവകളുള്ള വർത്തമാനം പോലും അവിടെ വന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. അവിടുത്തെ ഒരു പ്രാദേശിക ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവ് കൂടി അവിടെ ഭക്ഷണം പാകം ചെയ്യാനുണ്ടായിരുന്ന ആ ഒരു പ്രായമുള്ളൊരു സ്ത്രീയുണ്ട്. അവരെ വലിയ രീതിയിൽ അവരുടെ മുന്നിൽ ആക്രോശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നതാണ്. വളരെ നിലവാരം കുറഞ്ഞ ഭാഷയിലാണ് അന്ന് ഡിവൈഎഫ്ഐ വനിതാ നേതാവ് അവിടെ കിടന്ന് അട്ടഹസിച്ചത് എന്നുള്ള കാര്യവും നമുക്ക് മറക്കാൻ കഴിയും. ഇതെല്ലാം ദൃശ്യങ്ങളിലുള്ളതാണ്. അപ്പോൾ ഒരു സ്കൂളിനുള്ളിൽ കയറി, ഒരു സർക്കാർ സ്കൂളിനുള്ളിൽ കയറി പൊതുമുതൽ നശിപ്പിച്ച സാഹചര്യമുണ്ട്. PDPP ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ആ വിഷയം മന്ത്രി ഒന്നും സംസാരിക്കുന്നോ ഒന്നുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തള്ളിപ്പറയാനോ തയ്യാറാകുന്നില്ല. അതിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലാണ്, പണിമുടക്ക് ദിവസം നടന്ന അക്രമത്തെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ എത്തിയപ്പോൾ ഈ അധ്യാപികമാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതിരോധം ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം തങ്ങൾ ഭയപ്പെടുത്തിയാൽ അവർ പിരിഞ്ഞു പോകുമെന്നുള്ളതായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ അധ്യാപികമാർ അതിന് തയ്യാറായില്ല. തുടർന്ന് അവിടെ ഒരു പരാജയം സംഭവിച്ചു. തങ്ങൾ എത്തിയിട്ടും തങ്ങൾക്ക് അവിടെ നിന്നും ആ അധ്യാപികമാരെ സ്കൂളിൽ നിന്നും പുറത്താക്കാനോ, അല്ലെങ്കിൽ അവരെ തിരിച്ച് പേടിപ്പിച്ച് മടക്കി അയക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ വിഷയം അവർ ടീച്ചർമാർ ദൃശ്യങ്ങളിൽ, വീഡിയോകളിൽ പകർത്തുകൂടി ചെയ്തതോടുകൂടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് അവർ ഇത്തരമൊരു ആരോപണവുമായി രംഗത്ത് വരുന്നത്. മന്ത്രിയും അത് ഏറ്റുപിടിച്ചിരിക്കുന്നു. പിന്നാലെ മന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ തെളിവൊക്കെ എടുക്കണമെങ്കിൽ ഇനി ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ശേഖരിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിന് കുഴി തോണ്ടി എടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും വളരെ വിചിത്രമായൊരു ഉത്തരവാണ് വിജിലൻസ് പരിശോധന എന്ന പേരിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുമ്പോഴാണ്
ഇത്തരമൊരു നടപടിയിലേക്ക് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പോകുമെന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ CIT ഒക്കെ നടത്തുന്ന ആരോപണങ്ങൾ പോലെയാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന വാർത്താക്കുറിപ്പിലും ഉണ്ടായിരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ നിലവാരം കുറഞ്ഞൊരു നടപടിയിലേക്ക് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പോയി എന്നുള്ളത് തന്നെയാണ് അധ്യാപകർക്കിടയിൽ ഉണ്ടാകുന്ന പ്രധാന വിമർശനം. ഈ സ്കൂളുകളിൽ ഇത്തരം ദിവസങ്ങളിൽ പണിമുടക്കിന് ഏത് സംഘടന നടത്തിയാലും ജോലിക്ക് തയ്യാറായി വരുന്നവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ശരി പ്രജിത്ത്, എന്തായാലും അവർ തന്നെ പണിമുടക്ക് പ്രഖ്യാപിക്കുന്നു, അവർ തന്നെ ഡയസ് നോൺ ഏർപ്പെടുത്തുന്നു. ഇതിനെല്ലാം പിന്നാലെ അവർക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ ആ അധ്യാപകരെ പരിഹസിക്കാനും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം മുന്നിലുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരം തന്നെയാണ്. പ്രജിത് മോഹനനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.